ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എന്തായാലും ചൂടൊക്കെ മാറി നല്ല മഴയൊക്കെ പെയ്തു തുടങ്ങി. കാലവർഷം ഗംഭീരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാലവർഷം അല്ലെന്നാണ് പറയുന്നത്, ഇത് ന്യൂനമർദ്ദം മൂലം ഉണ്ടാകുന്ന ഒരു മഴയെന്നാണ് പറയുന്നത്. ഇനി കാലവർഷം വന്നാൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര പോകുന്നവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. മറ്റേത് വേനൽക്കാലത്ത് നമുക്ക് യാത്ര പോകുന്നതിന് ബുദ്ധിമുട്ടില്ല, ചൂടെടുക്കുമെന്നേ ഉള്ളൂ. എന്തെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും പോകുന്നതിനും വരുന്നതിനും ഒന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പം മഴയായി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എങ്ങും പോകാനൊക്കത്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഇപ്പം തന്നെ റോഡൊക്കെ ഒരു പരുവത്തിൽ വിണ്ട് കീറിയൊക്കെ ഇരിക്കുകയാണ്. ഇനിയിപ്പം അതൊക്കെ എന്നാ ശരിയായിട്ടൊക്കെ എങ്ങനെ പോകാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. അതൊരു പ്രശ്നമാണ്. ഇങ്ങനെ യാത്ര പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ യാത്രയ്ക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പോകണമെന്ന് തീരുമാനിച്ച സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും പോകണം. ചില ആൾക്കാരുണ്ട് യാത്രയൊന്നും പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മളെവിടെയെങ്കിലും പോകുന്നത് പോലും പറയുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, അവർക്ക് താല്പര്യമില്ല. പോകുന്നതും ഇഷ്ടമല്ല, പോകുന്നവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. എല്ലാ ദിവസവും യാത്രയാണ് എന്ന് പറയുന്നത് ഇവർക്ക് താല്പര്യമുണ്ടോ അതുമില്ല. അവർക്ക് അവരുടെ വീട്ടിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. എല്ലാ ദിവസവും ഒരേപോലെ രാവിലെ എണീക്കുക, കഴിക്കുക, കിടക്കുക, ഉറങ്ങുക, പിറ്റേ ദിവസം രാവിലെ എണീക്കുക, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ പൈസയൊക്കെ ഉണ്ടെങ്കിലും ഈ യാത്രയ്ക്കൊന്നും പോവാതെ, ഇനിയിപ്പോൾ അടുത്ത ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോലും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന് സമയം കളയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് യാത്ര ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ല. അതേസമയം ചില ആൾക്കാരുണ്ട് പൈസയൊന്നും ഇല്ല എങ്കിലും അവർക്ക് ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകണമെന്നും അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സമയമില്ലാതെ പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാർ ഇത് രണ്ടിലും പെടാത്ത ആൾക്കാരുണ്ട്. ഇടയ്ക്കൊക്കെ യാത്രകൾക്കൊക്കെ പോകും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കും. വീടും ഒരു നല്ല സമാധാനം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അതും നല്ലതാണ് എല്ലാം. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ യാത്രയൊക്കെ ചെയ്യണം എന്നാണ് എനിക്കുള്ള അഭിപ്രായം. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത്ര വലിയ സെലിബ്രിറ്റീസൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവുകയോ കാണുകയോ അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ യാത്രകളൊക്കെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആൾക്കാരാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് യാത്രയൊക്കെ പോകുന്നത് വളരെ നല്ലതാണ്. അപ്പോഴും നമ്മുടെ മനസ്സ് ഒരു യാത്രയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഫ്രഷാവും. മനസ്സിന് ഒരു പുതിയ ഒരു ജീവിതം പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് നല്ലതാണ് യാത്രകളൊക്കെ ചെയ്യുന്നത്. അതുപോലെ പുതിയ ഓരോ സ്ഥലങ്ങൾ കാണുകയും അവിടുത്തെ രീതികളും അതൊക്കെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ ഈ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ അവിടെ തന്നെ ഇരുന്ന് കറങ്ങി അവിടുത്തെ കാര്യങ്ങൾ മാത്രമല്ലേ നമുക്കറിയത്തുള്ളൂ. വേറെ പുതിയ ആൾക്കാരെ ഒന്നും കാണുകയോ അവരോട് സംസാരിക്കുകയോ അവരുടെ കാര്യങ്ങളൊക്കെ അറിയുകയോ അവരുടെ ജീവിത രീതികളൊക്കെ കാണുകയോ ഒന്നും ചെയ്യാതെ ഞാൻ എന്നും ഒരേ ജീവിത രീതിയിൽ തുടർന്നു പോകുന്നത് വളരെ ബോറാണെന്ന് എൻ്റെ അഭിപ്രായം. നമ്മൾ എല്ലാ സ്ഥലങ്ങളും കാണണം, കഴിയുന്നിടത്തോളം എല്ലാ സ്ഥലങ്ങളും കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ പൈസ ഉണ്ടായിട്ട് കാണാമെന്നും പറഞ്ഞിരുന്നാൽ നമുക്ക് വയ്യാതായിപ്പോൾ. അതിനേക്കാളും നല്ലത് ഉള്ള പൈസയ്ക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കാണാൻ ശ്രമിക്കുക. ഇപ്പം പണ്ട് ഏതോ ഒരു ചായക്കട നടത്തുന്ന അങ്ങേരും ഭാര്യയും കൂടെ ഏതെല്ലാ സ്ഥലത്ത് പോയി കണ്ട് അവർക്ക് പൈസ ഉണ്ടായിട്ടാണ്. അല്ലല്ല, അവർ പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർ ലോൺ എടുത്തെങ്കിലും പോയി എല്ലാ സ്ഥലങ്ങളും കണ്ട്. അദ്ദേഹം മരിച്ചു പോയപ്പോഴത്തേനും ഏതോ ഒരു സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും അവർ കണ്ടു കഴിഞ്ഞു എന്നാണ് അമ്മ അന്ന് പറഞ്ഞത്. അതേപോലെ അങ്ങനെ നമുക്ക് യാത്രകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരിക്കലും വീട്ടിലിങ്ങനെ അടഞ്ഞു കൂടിയിരിക്കാൻ തോന്നത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കാണാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് പോവുക. അങ്ങനെ ചിലർക്ക് ഈ കാടും മേടും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ അങ്ങനെ പോവുക. അമ്പലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ പോവുക. അതേപോലെ വേറെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് പോവുക. അങ്ങനെ നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ചെയ്യാൻ കഴിയുന്നു അതൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എപ്പോഴും ഒരേപോലെ രാവിലെ എഴുന്നേൽക്കുക, ഇരിക്കുക, വീട്ടിലുള്ള 2-3 പേരുടെ മുഖം മാത്രം കാണുക, പിന്നെയും അവിടെ പോയി ജോലി ചെയ്യുക, കുട്ടികളുടെ കാര്യം നോക്കുക, ഭർത്താവിൻ്റെ കാര്യം നോക്കുക, അങ്ങനെ അങ്ങ് ജീവിതം പോയാൽ പിന്നെന്താ? പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർക്ക് യാത്ര പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികളെ കൊണ്ടൊക്കെ യാത്ര പോകുന്നത് ഞാൻ അവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇച്ചിരി ഏജൊക്കെ ആയ ആൾക്കാർ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്ത് ഒരുവിധം ജോലിയൊക്കെ തീർത്ത് സ്വസ്ഥമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം.
അല്ലാതെ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ അടുത്തുള്ള 2-3 അമ്പലങ്ങളിലും പോയി വീട്ടിൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള 2-3 സുഹൃത്തുക്കളെ മാത്രം കണ്ടിരിക്കും. പിന്നെ ഒട്ടും വയ്യാതായിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങും പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ പിന്നെ ചില ആൾക്കാരുണ്ട് പോകുന്നവരെ ഇങ്ങനെ കുറ്റം പറയും, അവർക്ക് പോകാൻ പറ്റുന്നില്ല, അവർക്ക് പോവുകയും വേണ്ട, പൈസ ചിലവാകുമെന്നുള്ളത് ഓർത്താൽ പിന്നെ ഒട്ടും പോകണ്ട. പൈസ എല്ലാം കൂടെ ബാങ്കിൽ കൂട്ടി കൂട്ടി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, ഒരു സ്ഥലങ്ങളും കാണുകയും വേണ്ട. പക്ഷെ പോകുന്നവരെ കുറ്റം പറയുകയും ചെയ്യും. എല്ലാ യാത്രയ്ക്കും പോവും, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, എന്തിനാണ് ഇങ്ങനെ പോകുന്നത്, എവിടെ പോയാലും ഒരേപോലെയല്ലേ ഇരിക്കുന്ന സ്ഥലങ്ങൾ, എന്തോ വ്യത്യാസം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പോയിട്ടെന്തുവാ, അവിടെ വരെ പോയി നിങ്ങളിപ്പം ചെന്ന് കണ്ടിട്ടെന്തുവാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അവർക്ക് അറിയില്ലാത്തത് കൊണ്ടായിരിക്കും, അറിവില്ലാത്തത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. ഓരോ സ്ഥലങ്ങളും പോയി കാണുമ്പോഴാണല്ലോ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നതും അതേപോലെ നമുക്ക് മൈൻഡ് ഫ്രഷ് ആവുന്നതും ഒക്കെ നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇവർക്ക് ഇന്നും ഒരേ പരിതാപങ്ങളും പരിദേവനങ്ങളുമായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കുക. എന്തോ കറി വെച്ചു, ഇന്ന കറി വെച്ചു, അതിന് കറിയുടെ കഥകൾ പറയുക, അല്ലെങ്കിൽ മീൻ വെച്ചോ മേടിച്ചോ, ഇതൊക്കെ തന്നെ ഇന്നും ചോദിക്കുക. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അവർക്ക് അതായിരിക്കും ഒരു ടൈം പാസ്, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ പോകുന്നവരെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോകാതിരിക്കുക. പിന്നെ ചില ആൾക്കാർക്ക് യാത്ര ചെയ്താൽ ഛർദ്ദിക്കും, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോകാൻ ഭയങ്കര മടിയാണ്. സത്യമായിരിക്കും. അവർക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പിന്നെ ഇങ്ങനെ ഛർദ്ദിക്കുന്ന ടെൻഡൻസിയൊക്കെ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അത് അടുത്തുള്ള യാത്രകളൊക്കെ പോകാനേ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ. അതൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. കഴിയുന്നിടത്ത് യാത്രയൊക്കെ പോവുക. പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ കുറേ യാത്രകളൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും യാത്രകൾ. എന്നാലും വേണ്ടിയില്ല, മഴയില്ലാത്ത സമയമൊക്കെ നോക്കി പോകാൻ ശ്രമിക്കുക. കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുകയോ കുറേ പഴയ എന്തെങ്കിലും നമുക്ക് കാണണമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പോയി കാണാനൊക്കെ ശ്രമിക്കുക. ഇനിയിപ്പം മഴക്കാലമാണ് 1-2 മാസത്തേക്ക് എങ്കിലും അവരവർക്ക് എന്തൊക്കെ താല്പര്യം എന്നുള്ളത് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഇരുന്ന് എപ്പോഴും കുറ്റവും പറഞ്ഞ് അങ്ങോട്ടും പറഞ്ഞ് പോകുന്നവരെയും കുറ്റം പറഞ്ഞിരിക്കാതെ നമുക്ക് എന്തൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്ന അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ കുട്ടികളെയൊക്കെ വളരെയധികം സൂക്ഷിക്കുക. ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പെൺകുട്ടികളുള്ള അമ്മമാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അച്ഛനായാലും കൊച്ചച്ഛനെ ആയാലും അമ്മാവന്മാരെ ആയാലും അടുത്തുള്ള വീട്ടിലെ ആൾക്കാരെ ആയാലും ആൺകുട്ടികളെ ഉണ്ടെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് അവിടെ ഒന്നും എപ്പോഴും നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കണം. അത് ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പോകാൻ കുട്ടികളെ. അതുപോലെ വീട്ടിലുള്ള അമ്മമാരാണെങ്കിൽ എപ്പോഴും കുട്ടികളെ ഇപ്പോൾ അടച്ച് വീട്ടിനകത്ത് ഇട്ടേക്കാൻ പറ്റത്തില്ല, കളിക്കാനൊക്കെ അവരെ വിടും. പക്ഷേ എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അമ്മമാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു കുട്ടിക്ക് ഒന്ന് തിരിച്ചറിവാവുമ്പോഴെങ്കിലും അവരെ ആവുന്ന പ്രായം വരെയെങ്കിലും നമ്മളവരെ വളരെയധികം ശ്രദ്ധിക്കുക. തിരിച്ചറിവാകുമ്പോൾ അവരെ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നമ്മളോട് വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. യാതൊരു പ്രശ്നങ്ങളിലും കുട്ടികൾ ചെന്ന് പെടാതിരിക്കുവാൻ അമ്മമാർ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. വേറെ ആരും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് മാത്രമേ അത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അത് എപ്പോഴും ഒരു കണ്ണ് നമ്മുടെ കുട്ടികളുടെ അടുത്ത് വേണം. അത് ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും വളരെയധികം ശ്രദ്ധിക്കണം. ആരുടെ കൂടെയും വിശ്വസിച്ച് നമ്മൾ കുട്ടിയെ അവരുടെ കൂടെ പറഞ്ഞു വിടുകയോ ഒരു ദിവസം പോലും അവിടെ അടുത്ത് നിർത്തുകയോ ഒന്നും ചെയ്യരുത്. അതൊക്കെയുള്ളൂ എനിക്കിപ്പോൾ പറയാൻ. വേറെ വിശേഷമായിട്ട് പറയാൻ എന്താ, ഒന്നുമില്ല. എല്ലാ മഴയുടെ കാര്യം പറയാൻ വന്നതാണ്, അപ്പോഴാണ് ഇത്രയൊക്കെ പറഞ്ഞത്. ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പം മഴ കാരണം നിങ്ങൾ യാത്രകളൊന്നും മാറ്റിവെക്കാൻ പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. മഴ അതിശക്തമായി പെയ്യുമ്പോൾ പോകണ്ട, അല്ലാത്തപ്പോഴൊക്കെ പോകാൻ തീരുമാനിച്ചിട്ടുള്ളവരൊക്കെ പോവുക. അല്ലാതെ മഴ കാരണം അത് നമ്മളിപ്പോൾ ഒരു കാര്യവും മഴ കാരണം മാറ്റി വെക്കുന്നില്ലല്ലോ. ജോലിക്ക് പോകേണ്ടവരൊക്കെ എന്തായാലും രാവിലെ എണീറ്റ് ജോലിക്ക് പോയല്ലേ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മഴ കാരണം വേണമെങ്കിൽ 1-2 ദിവസമൊക്കെ ഒന്ന് മാറ്റി വെച്ചാലും പോകാൻ വിചാരിച്ച യാത്രകളൊന്നും മാറ്റി വെക്കാതിരിക്കുക. കാലമാണ് ഇനി വരാൻ പോകുന്നത്. യാത്രകളൊക്കെ വളരെയധികം സൂക്ഷിച്ച് ചെയ്യുക. വളരെയധികം എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ പകർച്ചവ്യാധികളൊന്നും വരാതെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക.
അങ്ങനെ സേഫ്റ്റി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.